ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റിസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. പരമാവധി റീഡിങ് എടുക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് യഥാർത്ഥമായ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 4 കാർഡുകൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും, പിന്നീട് വരുന്ന ഒരു 4 കാർഡുകൾ യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ദ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് ദ മൂൺ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു സ്പ്രെഡ് വെച്ചിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ ഫുൾ കാർഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ, ബ്രേക്കപ്പ് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. അതിനിവിടെ ഒരു മാറ്റം വരുന്നു, ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് സെപ്പറേഷൻ പോയ വ്യക്തികളായിരിക്കാം, എങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ പോകുന്നത് ഒരു സമയമാണ്. ഒരിക്കലും നിങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കരുത്, കുറച്ചൊക്കെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ തോന്നലുകൾ സത്യമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതാണ് ചെയ്യാനായിട്ട് മനസ്സിൽ വരുന്നതെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങളൊന്നും എടുക്കാനായിട്ട് നിൽക്കരുത്. പേസ് ഓഫ് കപ്സ് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു ഫ്യൂച്ചർ തന്നെയാണ് കാണിച്ചു തരുന്നത്. ഓപ്പൺ ഹാർട്ടോടു കൂടി ലൈഫിനെ സമീപിക്കാനാണ് അവിടെ കിട്ടുന്ന എനർജി. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി, ഒരു വ്യക്തത കൈവരും. അതോടൊപ്പം ഏഞ്ചൽസിന്റെ ഒരു വലിയ സംരക്ഷണവും ഈ റിലേഷൻഷിപ്പിന് ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു. അതിനുശേഷം നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഴത്തിലുള്ള ബോണ്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് ശേഷമുള്ള ഒരു സെലിബ്രേഷനൊക്കെ ഈ വ്യക്തി ഡ്രീം കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങളുമായിട്ട് ബിൽഡ് ചെയ്ത് എടുക്കണമെന്നും പരസ്പരം സ്നേഹത്തിലും അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ടൊക്കെ നിങ്ങളെ സന്തോഷിപ്പിച്ച് അവരും സന്തോഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അതിനു വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു സ്നേഹം തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നവർ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് അത്തരത്തിൽ ആഴത്തിലുള്ള ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് അവർ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നു. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് നമുക്ക് അടുത്ത് കിട്ടിയിട്ടില്ല. എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം, ഫീലിങ്സ് എല്ലാം തന്നെ ഉണ്ട് എന്നാണ് കാർഡുകൾ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ സെറ്റാക്കാനായിട്ട് അവർ കൂടുതലായിട്ട് അവരുടെ ഒരു കരിയറിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്.
അതായത് കരിയർ ബെറ്റർ ആക്കുന്നത് വഴി അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ബെറ്റർ ആക്കി തീർക്കാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മാസ്റ്റർ കാർഡ്, മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാർഡിൽ നോക്കുകയാണെങ്കിൽ ജോയ്ഫുൾ ലൈഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മിസ്ഡ് ഫീലിങ്സ്, കൺഫ്യൂസ്ഡ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. അതായത് ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ. പക്ഷെ ഒരിക്കലും ഇതൊരു സ്റ്റോപ്പായി പോകില്ല. എന്തായാലും തീർച്ചയായിട്ടും ഒരു അവർ നിങ്ങളിലേക്ക് തിരികെ വരും. അവസാന സക്സസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു നമ്പർ 3 അല്ലെങ്കിൽ 33, 333 ഇങ്ങനെ പറയുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്പറുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു എനർജി കൂടി നമുക്ക് കിട്ടിയത് കൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഈ ഒരു കാർഡുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാനും നിങ്ങളോടൊപ്പം ആ ഒരു റിയൂണിയന് ശേഷം ഒത്തിരി സെലിബ്രേഷൻസ് ഒക്കെ നടത്താനും ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ വിൽ മെസ്സേജ് യു സൂൺ. യെസ്, അവരുടെ ഭാഗത്തു നിന്നൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടാനുള്ള പെട്ടെന്ന് തന്നെ വരുന്നതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മെസ്സേജ് തരുമെന്നാണ് അവർ പറയുന്നത്. യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെൻറ്റ് യു ലീവ്. എപ്പോഴാണോ നിങ്ങൾ അവരെ വിട്ടു പോകുന്നത് ആ ഒരു നിമിഷം മുതൽ വല്ലാതെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. വീണ്ടും അവർ അത് തന്നെയാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മെസ്സേജസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് പറയും എന്നാണ് പറയുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. എനിക്കറിയാം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഹർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാണ് വ്യക്തി പറയുന്നത്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, എല്ലാത്തിലും ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. സത്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു സമയത്ത് അവർ റെഡിയാണ്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഈ ഭൂമിയിലെ എൻ്റെ സ്വർഗം നിങ്ങളാണ് എന്ന് ഈ ഒരു വ്യക്തി ഈ സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ. ലോയറായിട്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആകാം. 1992 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1996. ഓക്കെ. ആർട്ടിസ്റ്റ്, നമ്മുടെ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. 6 days ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടുഡേ വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ. ഐ വിൽ മെസ്സേജ് യു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പോസിബിലിറ്റീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്. ലെഫ്റ്റ് ഇടത് കവിളിൽ നിങ്ങൾക്ക് ഒരു മറുകോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മറുകൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 1 month വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. നമ്പർ 5, 1987. ബ്ലൂ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ബ്ലൂ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്സ് ട്രാവലിംഗ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ
ലവബിൾ, നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ദിസ് മന്ത്, ഈ മാസം എന്തോ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഐസ്, യെസ്, വളരെ മനോഹരമായ കണ്ണുകളുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ വളരെ മനോഹരമായിരിക്കാം. കെയറിങ്, ഒത്തിരി കെയറിങ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.